അമേരിക്കയിലുള്ള ഒരു സംവിധാനമാണ് പിയർ ഫിഷിംഗ്. സാധാരണഗതിയിൽ കാലിഫോർണിയ സംസ്ഥാനത്ത് പിയറിൽ നിന്ന് ഇവിടെ നിന്ന് ഫിഷിംഗ് ചെയ്യുന്നതിന് നമുക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള മീനുകളാണ് നമുക്ക് ലഭിക്കുക. ഇപ്പൊ ഞാനുള്ളത് സാൻ ഫ്രാൻസിസ്കോ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്താണ്. അവിടേക്ക് റൺവേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു എയർലൈൻ ആണ് നമ്മൾ കാണുന്നത്. അത് യുണൈറ്റഡിന്റെ ഒരു ഫ്ലൈറ്റ് റൺവേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിത്തിരി ക്ലൗഡി ആയതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അവിടെയുള്ള സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗൺ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഈ വിമാനം ഏകദേശം റൺവേയിലേക്ക് അപ്രോച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടച്ച് ഡൗൺ ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മളിവിടെയുള്ള ഒരു പിയറിൽ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഏകദേശം ടച്ച് ഡൗൺ ചെയ്യാണ്. ഓക്കെ, അപ്പം അത് റൺവേയിലേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നു. ഒട്ടനവധി വിമാനങ്ങൾ ടേക്ക് ഓഫിനായി കാത്തു നിൽക്കുന്നുണ്ട് അവിടെ. ഇതാണ് സാൻ ഫ്രാൻസിസ്കോ ഇന്റർനാഷണൽ എയർപോർട്ട്. ക്ലൗഡിയാണ്, അധികം കാണുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിവിടെ ഹിൽട്ടൺ ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു ഹ്രസ്വ സന്ദർശനത്തിന് വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു പിയറാണ്. പിയറിലുള്ള ഫിഷിംഗ് ആണ്. നമ്മൾ ഫിഷിങ്ങും അത് ഇവിടെ മീൻ പിടിച്ച് ഇവിടെ അമേരിക്കൻ ഷാഡ്, ചീനൂക്ക്, ബ്ലാക്ക് പെർച്ച്, ബാസ്, വൈറ്റ് ക്രോക്കർ, വൈറ്റ് സർജൻ, ടോപ്പ് സ്മെൽറ്റ്, അങ്ങനെ ഒട്ടനവധി മീൻ വിഭാഗങ്ങൾ, എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കരുത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് അവര് വിവരങ്ങളും നൽകും. അത് എൻവയോൺമെന്റൽ ഹെൽത്ത് സർവീസസ് ആണ്. കാലിഫോർണിയ ഓഫീസ് ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഹസാർഡ് അസസ്മെന്റ് അവരൊക്കെ പാടി കൂടിയാണ് നമുക്ക് ഈ വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ഇവിടെ തന്നെ മീൻ പിടിച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം. അത് നമ്മളിപ്പോൾ ഞാൻ ലോസ് ഏഞ്ചലസിലായിരിക്കുമ്പോൾ ഞാൻ ഫിഷിങ്ങിന് പോകാറുണ്ട് ഇങ്ങനെ. അപ്പം നമുക്ക് കുറേ ഇത് ഐല എന്ന് പറയുന്ന മാക്രൽ കിട്ടാറുണ്ട്. അങ്ങനെ കുറേ മീനൊക്കെ നമ്മൾ പിടിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചൂണ്ടിയൊന്നും കരുതിയല്ല വന്നത്.